ഓഡിബിൾ ആണല്ലോ അല്ലേ? ഞാൻ ഓക്കെ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 2 യൂണിറ്റുകൾ നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റിസ് സാറെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇനി ടീച്ചേഴ്സിനെ വെയിറ്റ് ചെയ്യണോ? ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? എനിക്ക് ഓക്കെ. സോ നമുക്ക് 2 യൂണിറ്റുകളാണ് പൂർത്തിയാക്കിയത്. ബേസിക് ആയിട്ടുള്ള ലേണിംഗ് എന്ന കോൺസെപ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ദെൻ കരിക്കുലത്തിനെ സംസാരിച്ചു. കരിക്കുലത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഡൊമൈൻസ് ആണ് നമ്മൾ കൂടുതൽ എൻഗേജ് ചെയ്തത് 2ാമത്തെ യൂണിറ്റിൽ. 3ാമത്തെ യൂണിറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കരിക്കുലം ഡിസൈൻ ആണ്. കരിക്കുലം ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റുകളിൽ ടീച്ചേഴ്സിന് ഉണ്ടാകുന്ന ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ടീച്ചർ ആവാൻ പോകുന്ന ഒരാൾക്ക് എന്തിനാണ് കരിക്കുലം ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാവേണ്ടത് എന്നതാണ് ബേസിക് ആയിട്ടുള്ള ചോദ്യം. നമ്മൾ എന്താണ് കരിക്കുലം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി കരിക്കുലം ഡിസൈൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് നോളജ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ്. അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്യുക എന്നതാണ് ഈ യൂണിറ്റിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. സാധാരണ റെഗുലർ BEd ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് ഒരു കരിക്കുലം, ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പം അതിലൂടെയാണ് ഈ പറയുന്ന പ്രോസസ്സിലൂടെ ടീച്ചേഴ്സ് പോവുകയും ഒരു കരിക്കുലത്തിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേഴ്സറ്റാലിറ്റിയും അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളതിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോളജിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, നോളജ് എങ്ങനെയാണ് കരിക്കുലമായി മാറുന്നത്. അപ്പം ഒരു കരിക്കുലത്തിൽ ഒരു പഠനം എന്ന് പറയുന്നത് കരിക്കുലത്തിൻ്റെ കോൺസെപ്റ്റിൽ നോളജ്, സ്കില്ല്, ഡിസ്പൊസിഷൻ ഉണ്ടാവും. നിങ്ങളിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വായിച്ചാലും നോളജ് ഉണ്ടാവും, അതിൽ സ്കില്ല് ഉണ്ടാവും, ഡിസ്പൊസിഷൻ ആൻഡ് വാല്യൂസ്. ഇതാണ് വിദ്യാഭ്യാസം. കേവലം ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ പഠിക്കുന്നതിൻ്റെ ഒരു സ്കില്ല് പഠിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂല്യം, ഒരു 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 വാല്യൂ പഠിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പം അതിനെ ഓൾ ടുഗദർ നമ്മൾ കോമ്പൈൻ ചെയ്യുമ്പോഴാണ് കരിക്കുലം ഉണ്ടായി വരുന്നത്. സോ എന്താണ് കരിക്കുലം? Curriculum is a systematic planning and structure of learning experiences. ഒരു ഹോളിസ്റ്റിക്കലി ഒരു കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ സ്ട്രക്ചർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കരിക്കുലം എന്ന് പറയുക, കരിക്കുലം ഡിസൈൻ എന്ന് പറയുന്നത്. അത് അത്ര സിമ്പിൾ അല്ല. നിങ്ങളോടൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ പറയുമ്പോൾ അത് വളരെ പെട്ടെന്ന് കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്തൊക്കെ നോക്കണം? എന്താണ് ഒരു കുട്ടിക്ക് പഠിക്കാനുള്ളത്? വാട്ട് ടു ടീച്ച്? എന്താണ് ആ കുട്ടിയിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ആ കുട്ടിനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? കോണ്ടന്റ്, മെത്തേഡ്സ്, ഒബ്ജക്റ്റീവ്. ഈ 3 ഉത്തരം ഉണ്ടാകുമ്പോഴാണ് കരിക്കുലം ഉണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: കരിക്കുലം ഇൻവോൾവ്സ് സെലക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ആ പഠനത്തിൻ്റെ പുസ്തകം ഏത് പഠിക്കണം എന്നതും അതിനെ എങ്ങനെയാണ് ക്രോഡീകരിക്കുന്നത്, അതെങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ലേണിംഗ് എക്സ്പീരിയൻസ് അസസ് ചെയ്യുക എന്നുള്ളത് കരിക്കുലം ഡിസൈനിങ്ങിൻ്റെ ഭാഗമാണ്. അത് ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. കുട്ടിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രൂപപ്പെടുത്തിയ ഒരു കണ്ടന്റ് ആവണം. കുട്ടിയെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ, കുട്ടിയുടെ സൈക്കോളജി, കുട്ടിയുടെ ഏജ്, കുട്ടിയുടെ പർപ്പസ്, കുട്ടിയുടെ പർപ്പസ് അല്ല, കുട്ടിയിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പർപ്പസ്, അതാണ് എഡ്യൂക്കേഷണൽ ഗോൾ എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന, ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടിക്കും ആ കുട്ടി സ്കൂളിലൂടെ പഠിച്ചു വരുമ്പോൾ എന്താകണമെന്ന് വളരെ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.
അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഗോൾസ് എന്ന് പറയുന്നത്. ആ നാഷണൽ എഡ്യൂക്കേഷൻ ഗോൾസിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം ഈ രാജ്യത്തുണ്ടാക്കുന്ന ഏത് കരിക്കുലം. അപ്പം എഡ്യൂക്കേഷണൽ ഗോൾസ്, അതുപോലെ തന്നെ കുട്ടിയുടെ സൊസൈറ്റി കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ കുട്ടിയുടെ ഏജ്, ഇതൊക്കെ പരിഗണിച്ചിട്ടാവണം കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടത് എന്നതാണ്. നെക്സ്റ്റ്, ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കോമ്പണൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഒബ്ജക്റ്റീവ് ഉണ്ടാവുക. ഞാൻ എന്തിനാണ് ഈ കരിക്കുലം ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒബ്ജക്റ്റീവ് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF എന്ന് പറയുന്ന ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും കരിക്കുലർ ഗോൾസ്. എന്താണ് കരിക്കുലർ ഗോൾസ്? സ്കൂളിൽ മാത്സ് പഠിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള പർപ്പസ് എന്താണ്? സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള പർപ്പസ് എന്താണ്? അതാണ് കരിക്കുലർ ഗോൾസ് എന്ന് കൃത്യമായിട്ട് ആ ഡോക്യുമെന്റിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം എല്ലാത്തിനും ഒരു സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞു NCERTയുടെ, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, NCERTയുടെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് ആർക്കും കിട്ടുന്നതാണ്, ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുന്ന സാധനമാണ് NCERT ലേണിംഗ് ഔട്ട്കം. അത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന എല്ലാ പാഠപുസ്തകങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട ലേണിംഗ് ഔട്ട്കം ഉണ്ട്. ഇതേ മാതൃകയിൽ നമ്മളൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഒരു കൃത്യമായി സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഔട്ട്കം ഉണ്ടാവണം. അതെന്താവണം? സ്മാർട്ട് ആവണം, സ്പെസിഫിക് ആവണം, മെഷറബിൾ ആവണം, അച്ചീവബിൾ ആവണം, റിയലിസ്റ്റിക് ആവണം, ടൈം ബൗണ്ട് ആവണം. കാരണം ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. 45 മിനിറ്റ് ക്ലാസ് റൂമിൽ നിങ്ങൾ കുറെ കഥ പറഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങളുടെ ക്ലാസ് റൂമുകൾ യഥാർത്ഥ കൃത്യം പിന്നെ റിട്ടേൺ ആക്കപ്പെട്ട ലേണിംഗ് ഔട്ട്കമ്മിലേക്ക് എത്തിപ്പിക്കുക എന്നതാണ് ഒരു ടീച്ചറുടെ സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല ഗോൾസ്, പല ഒബ്ജക്റ്റീവ്സ്, പല എക്സ്പെക്റ്റഡ് ഔട്ട്കം ഉണ്ടാവും. ആ എക്സ്പെക്റ്റഡ് ഔട്ട്കമ്മിലേക്ക് നമ്മളുടെ കുട്ടികളെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് കരിക്കുലം ഡിസൈനിങ്ങിന്റെ ഒന്നാമത്തെ പർപ്പസ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് പർപ്പസ്, സെക്കൻഡ് സ്റ്റേജ്, കോണ്ടന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് സബ്ജക്ട് നോളജ് എന്ന് പറയുന്നത്? എന്താണ് സബ്ജക്റ്റിലെ കോണ്ടന്റ് എന്ന് പറയുന്നത്? നോളജ്, സ്കിൽ, വാല്യൂസ് ടു ബി ടോട്ട്. ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പക്ഷികൾ വെള്ളം കുടിക്കുന്നത് എന്നത് മാത്രമല്ല, ആ പക്ഷികൾ വെള്ളം കുടിക്കുന്നതിന് ആവശ്യമായി പക്ഷികൾക്ക് വെള്ളം കൊടുക്കാനുള്ള വെള്ളം നമ്മൾ കരുതി ശേഖരിച്ചു വെക്കണം. വെയിലുണ്ടാകുന്ന സമയത്ത്, ശക്തമായ ചൂടുണ്ടാകുന്ന സമയത്ത് പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളം ശേഖരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് കരുതുന്നത് വാല്യൂ ആണ്. എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് ഡൈവേഴ്സിറ്റിയോട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത്, അതൊരു സ്കില്ലാണ്. അവരോട് എങ്ങനെയാണ് നമ്മളുടെ അപ്രോച്ച് ചെയ്യുന്നത് വാല്യൂ കൂടിയാണ്. സോ കണ്ടന്റ് നോളജ് എന്ന് പറയുന്നത് നോളജ്, സ്കില്ല്, വാല്യൂസ്, ഇത് മൂന്നും ചേർന്നതാണ്. ഇത് റെലവെന്റ് ആവണം. അത് പണ്ടത്തെ നോളജ് ആയിരിക്കണം. അപ്ഡേറ്റ് ചെയ്യപ്പെടുത്തി കുറെ കാലമായിട്ട് അത് അപ്ഡേഷൻ വരുന്നുണ്ട്. നമ്മൾ അപ്ഡേഷന് പരിഗണിക്കപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം. നമ്മളുടെ കരിക്കുലം എപ്പോഴും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിരിക്കണം. അത് പിന്നെ ആളുകൾക്ക് തോന്നരുത് ഇതൊരു പഴയ എന്നോ പഠിപ്പിക്കേണ്ട സാധനമാണ് എന്ന് തോന്നരുത്. സെലക്ടഡ് ബേസ്ഡ് ഓൺ ലേണർ നീഡ്സ് ആൻഡ് സൊസൈറ്റൽ ഡിമാൻഡ്സ്. കുട്ടിയുടെ ഏജിനെയും കുട്ടിയുടെ സൊസൈറ്റിയെയും പരിഗണിച്ചിട്ടായിരിക്കണം കണ്ടന്റ് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, NCERT ഉണ്ടായ സമയത്തും NCERTയുടെ ശേഷവും SCERT ഉണ്ടാകുന്നത് ഈ കോണ്ടെക്സ്റ്റ് എന്നത് പ്രധാനമാണ് എന്നതുകൊണ്ടാണ്. ലേണിംഗ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് കുട്ടി എൻഗേജ് ചെയ്യുക? ഇഷ്ടംപോലെ പെഡഗോഗിക്കൽ പ്രാക്ടീസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ടീച്ചിങ് സ്ട്രാറ്റജീസ് നിങ്ങൾ നേരത്തെ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കുന്നത്. അപ്പം ഈ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയാണ് നേരത്തെ എഴുതപ്പെട്ട ഒബ്ജക്റ്റീവ്സും കണ്ടന്റും ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയിലൂടെ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ആക്ടിവിറ്റീസ് ത്രൂ സ്റ്റുഡൻസ് ലേൺ.
ആക്ടിവിറ്റീസ് ത്രൂ വിച്ച് സ്റ്റുഡൻറ് ലേൺ. ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡിസൈൻ പാർട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം? ഏത് ടീച്ചിങ് മെത്തേഡാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്കുള്ളത്? ക്ലാസ് റൂമിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NCERTയുടെ ലേണിംഗ് ഔട്ട്കമിന്റെ ഒരു സൈഡിൽ പെഡഗോഗിക്കൽ പ്രാക്ടീസസ് ആണ്. അത് എങ്ങനെയാണ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യുക എന്നത് ടീച്ചറെ സഹായിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ മാത്രമാണ് അതിലേക്ക് എത്തുക തുടങ്ങിയവ നമ്മൾ വളരെ കൃത്യമായി ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, കണ്ടന്റ്, ലേണിംഗ് എക്സ്പീരിയൻസ്? ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഇനി അപ്പൊ നിങ്ങൾ ഒരു സൈഡിൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു സൈഡിൽ കോണ്ടന്റ് ഉണ്ട്, ഒരു സൈഡിൽ ലേണിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇനി ഓർഗനൈസേഷൻ ഓഫ് കണ്ടന്റ്. നമുക്ക് നമ്മളുടെ എല്ലാ സാധനങ്ങളെയും ഒരു പേപ്പറിലേക്ക് ഇട്ടാൽ കരിക്കുലം ആവോ? ഇല്ല, ആവില്ല. അത് അതിനൊരു വളരെ കൃത്യമായ ഫിലോസഫി ഉണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടന്റിനെ ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നത് വളരെ കൃത്യമായി ഫിലോസഫിക്കലി ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും ഒരു ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊരു പോം ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും, ഒരു എസ് ഉണ്ടാവും. ഇപ്പം അതൊന്ന് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതേ മാതൃകയിൽ തന്നെ കരിക്കുലത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു സീക്വൻസ് ഉണ്ട്, അതിനൊരു ക്രമമുണ്ട്, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ആണ്. അതൊരിക്കലും ഐസൊലേറ്റഡ് അല്ല, വളരെ കൃത്യമായി പരസ്പരം കണക്റ്റഡ് ആണ്. നിങ്ങളുടെ കുട്ടിയുടെ കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് ആണ്, കണ്ടിന്യൂറ്റി ഉണ്ട്, സീക്വൻസിലാണ്, ഒരു താളമുണ്ട് ഒരു കരിക്കുലം എന്ന് പറയുന്നത്. എന്താണ് ഇവാലുവേഷൻ? നിങ്ങളിതൊക്കെ സെറ്റാക്കി കഴിഞ്ഞു, കണ്ടന്റ് സ്റ്റോർ ചെയ്തു, കണ്ടന്റ് ഓർഗനൈസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ കുട്ടി ഇത് വായിച്ചിട്ടുണ്ടോ മനസ്സിലാവണ്ടേ? കുട്ടി ഇത് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യത്തിലേക്ക് കുട്ടി എത്തണമെങ്കിൽ certain kind of evaluation has to be happened, right? അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഇവാലുവേഷൻ? ഫോർമാറ്റീവ് എവാലുവേഷൻ, സമ്മേറ്റീവ് എവാലുവേഷൻ. നിങ്ങൾ ഫോർമാറ്റീവും സമ്മേറ്റീവും പഠിച്ചിട്ടില്ലേ സെക്കൻഡ് സെമസ്റ്ററിൽ? ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? So I'm not explaining in detail that. Okay, formative evaluation, summative evaluation. എന്താ ഫോർമാറ്റീവ് എവാലുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കരിക്കുലം, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലേണിംഗ് ഔട്ട്കം ക്ലാസ് റൂമിൽ നമ്മൾ പറഞ്ഞ മെത്തേഡ് അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും കുട്ടി ആ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച ലേണിംഗ് ഔട്ട്കമ്മിലേക്ക് കുട്ടി എത്തുന്നുണ്ടോ ഇത് നോക്കുക എന്നുള്ളത് പ്രധാനമാണ്. അല്ലെങ്കിൽ ഒരു എൻഡ് ഉണ്ടാവില്ല. സോ ഫോർമാറ്റീവ് വാല്യുവേഷൻ ഉണ്ട്. ഫോർമാറ്റീവ് വാല്യുവേഷൻ റെഗുലർ ആയിട്ട് നിങ്ങളുടെ കരിക്കുലം ടീച്ചറോട് റെഗുലർ ആയിട്ട് കുട്ടിയെ അസസ് ചെയ്യുന്ന എന്തെങ്കിലും മാർഗമുണ്ടോ? പല മാർഗങ്ങളുണ്ട്. ഒബ്സർവേഷൻ ആവാം, അങ്ങനെ പിയർ ഒബ്സർവേഷൻ ആവാം, പിന്നെ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ആവാം. ഇതൊക്കെ ഈ പറയുന്ന ഫോർമാറ്റീവ് വാല്യുവേഷന്റെ ഭാഗമായിട്ട് എന്നും വരാം. അതുപോലെ തന്നെ സമാറ്റീവ് വാല്യുവേഷൻ. ഒരു ഘട്ടം കഴിഞ്ഞു, കുട്ടി അച്ചീവ് ചെയ്ത ലേണിംഗ് ഔട്ട്കം പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സമാറ്റീവ് വാല്യുവേഷൻ. ഇതാണ് ഓർഗനൈസേഷൻ ഓഫ് കരിക്കുലം ഡിസൈനിങ്ങിന്റെ 5 പ്രധാനപ്പെട്ട ഭാഗം. അതിലെന്ത് വേണം? ഒബ്ജക്റ്റീവ് വേണം, കണ്ടന്റ് വേണം, മെത്തേഡ്സ് വേണം, ഓർഗനൈസേഷൻ ഓഫ് കണ്ടന്റ് വേണം, ഇവാലുവേഷൻ വേണം. ഈ 5 പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഈ കണ്ടന്റ് ഓർഗനൈസേഷൻ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതിൽ. ഇനി കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് കരിക്കുലം ഡിസൈൻ ചെയ്യണമല്ലോ. എങ്ങനെ നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്യാം? എവിടുന്ന നമ്മൾ മനസ്സിലാക്കുക കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത്? അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട് എപ്പോഴാണ് മനസ്സിലാക്കുക? ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒന്ന്, കുട്ടിയുടെ മെന്റാലിറ്റി മാറുന്നുണ്ട്. കുട്ടിയുടെ ഐ ക്യാൻ കം ടു ദ പോയിന്റ്. 1ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് കുട്ടി എന്താണ് പഠിക്കേണ്ടത്? ബേസിക്കലി കുട്ടിയുടെ ഏജ്, കുട്ടിയുടെ ഏജും കുട്ടിയുടെ ലേണിംഗ് നീഡ്സും ഡെവലപ്മെന്റൽ സ്റ്റേജൊക്കെ പരിഗണിച്ചിട്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് KG പഠിപ്പിക്കുന്നത് മൈ ഫാമിലി എന്നുള്ളതാണ്. മൈ ഫാമിലി എന്നായിരിക്കും ഒരു EVSന്റെ ഒരു പ്രധാനപ്പെട്ട 1ാം ക്ലാസ്സിന്റെ കരിക്കുലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ മൈ ഫാമിലിയാണ്. കുട്ടിയുടെ പരിസരങ്ങളെ പരിചയപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇത് 1ാം ക്ലാസ്സിലെ കരിക്കുലത്തിൽ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. കുട്ടിയുടെ ഇപ്പൊ നമ്മളിപ്പോഴും നമ്മളുടെ പുതിയ ഐ ടി ടെക്സ്റ്റ് ബുക്ക്, പഴയ കാലത്ത് വലിയ വിമർശനം ഉണ്ടായിരുന്നു, ഐ ടി ടെക്സ്റ്റ് ബുക്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. 10-12 വർഷമായിട്ടുണ്ടാക്കിയ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മളിപ്പോഴും പഠിപ്പിക്കുന്നത്. SCERT കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്തു. ഈ വർഷം മുതൽ CBSEയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ 3ാം ക്ലാസ് മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങണം എന്നാണ്. 3ാം ക്ലാസ് മുതൽ ക്ലാസ് റൂമുകളിൽ AI പഠിപ്പിക്കണമെന്ന്. അതെന്ത് എവിടുന്ന് വരുന്നതാണ്? ലേണർ നീഡ്സ്. നേരത്തെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് പോലെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മാത്രം പോരാ, കുട്ടിയെ ലേണർ നീഡ്സ് കൂടി പഠിപ്പിക്കും. കുട്ടി അതിനേക്കാളും അപ്പുറത്തേക്ക് വളർന്നിട്ടുണ്ട്, കുട്ടിക്ക് കുറച്ചും കൂടി അപ്രോച്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിനെക്കുട്ടി അതനുസരിച്ച് നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്യപ്പെടുന്നു എന്നതാണ്. 2, സൊസൈറ്റി ആൻഡ് കൾച്ചർ. നേരത്തെ ഉണ്ടായ സൊസൈറ്റി ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്, റൈറ്റ്? ആ കണ്ടിന്യൂസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ കരിക്കുലത്തിലും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം ആ കുട്ടിയുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം കുട്ടിയുടെ കരിക്കുലത്തിൽ നിർബന്ധമായിട്ടും വരണം. അത് ആ സോഷ്യൽ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിക്കുലം കോൺസെപ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഹിസ്റ്ററി നമ്മൾ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്? കുട്ടിയുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുകയും കുട്ടിയുടെ ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടും ട്രഡീഷൻസ്. ഇപ്പം എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ഫെസ്റ്റിവൽ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടിയുടെ ഫെസ്റ്റിവൽ പഠിപ്പിക്കുകയാണ്. കുട്ടിയുടെ പരിസരങ്ങളെ കുറിച്ചിട്ട് കുട്ടിക്ക് ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പരിസരങ്ങളെ, ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ടൽ കാടുകളെ കുട്ടി പഠിക്കുന്നുണ്ട്. അത് കുട്ടിയുടെ സൊസൈറ്റിയുടെ കുട്ടിയുടെ പരിസരങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സബ്ജക്ട് മാറ്റർ, ഇതിനൊക്കെ എല്ലാത്തിനും അപ്പുറത്ത് കുട്ടി കൃത്യമായിട്ട് 2+2 = 4 എന്നുള്ളത് പഠിക്കണം. അത് സബ്ജക്ട് മാറ്റർ ആണ്, സബ്ജക്ട് നോളജ് ആണ്. അതിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ നോളജ് എക്സ്പ്ലോഷൻ. നോളജുകൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിങ്ങനെ സ്റ്റേറ്റിക് അല്ല, അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടിരിക്കുന്നു, നിരന്തരമെന്നോണം അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നതാണ്. 3ാം ക്ലാസ് മുതൽ AI തുടങ്ങുന്നു എന്നുള്ളത് നോളജ് എക്സ്പ്ലോഷന്റെ ഭാഗമാണ്. നമ്മുടെ കുട്ടിയുടെ പരിസരങ്ങളിൽ മുഴുവൻ AI വരുമ്പോഴും നമ്മളുടെ കരിക്കുലം AI ഒന്നും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയും നമ്മൾ അപ്ഡേറ്റഡ് അല്ല. അപ്പൊ കുട്ടിയുടെ പരിസരങ്ങളിൽ നമ്മളുടെ കരിക്കുലം ഡിസൈനിങ് എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് കൂടി ഉൾക്കൊണ്ടിട്ടാണ് കരിക്കുലം ഡിസൈൻ ചെയ്യാം. പിന്നെ നാഷണൽ ഗോൾസ് ആൻഡ് പോളിസീസ്. രാജ്യത്ത് നിപുൺ ഭാരത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മിഷൻ ഉണ്ട്. എല്ലാ കുട്ടികളും FLN, ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി, അതിനൊരു വളരെ കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്, NCF-ന് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഏത് കരിക്കുലവും നാഷണൽ ഗോൾസും പോളിസീസും നോക്കിയിട്ടാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്. കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ് സോഴ്സ് ഡെവലപ്പ് ചെയ്യുക? ഒന്ന്, കുട്ടിയെ കുറിച്ചിട്ടുള്ള കുട്ടിയുടെ അനുഭവങ്ങളും കുട്ടിയുടെ നീഡുകളും നോക്കിയിട്ടാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുക. സൊസൈറ്റി, കൾച്ചർ, സബ്ജക്ട് മാറ്റർ, നോളജ് എക്സ്പ്ലോഷൻ ആൻഡ് നാഷണൽ ഗോൾസ് ആൻഡ് പോളിസീസ്. ഇതാണ് സോഴ്സ് ഓഫ് കരിക്കുലം ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസൈനിലേക്ക് പോവാണ്. അപ്പൊ എന്തൊക്കെയാണ് ഡിസൈനിങ് ഡയമെൻഷനിൽ ഉണ്ടാവേണ്ടത്? ഒരു ടോപ്പിക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു കണ്ടന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്കോപ്പ് എത്രയാണെന്നുള്ളത് ഡിസൈനർക്ക് മൈൻഡിൽ ഉണ്ടാവണം. എത്രമാത്രം ഞാൻ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, അതിന്റെ സ്കോപ്പ് ഓഫ് ദ കണ്ടന്റ്, ദ ബ്രെഡ്ത്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ കണ്ടന്റ് എന്നത് വളരെ കൃത്യമായി മൈൻഡിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 6ാം ക്ലാസ്സിലെ സയൻസിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പഠിപ്പിക്കുന്നത് സെല്ലുകളെ കുറിച്ചിട്ടും അതിന്റെ ഡെപ്ത് നോളജ് പഠിപ്പിക്കുന്നത് സെക്കൻഡറി സ്റ്റേജിലാണ്. അപ്പം ഇതാണ് അതിന്റെ സ്കോപ്പ്. വളരെ കൃത്യമായി എത്ര വരെ പോകാം, എങ്ങനെ വരെ പോകാം എന്നത് ഡിസൈനറുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതുപോലെ ഇന്റഗ്രേഷൻ. ഞാനൊരു കോൺസെപ്റ്റ് എൻ്റെ കരിക്കുലത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ കരിക്കുലത്തിൽ ഏതൊക്കെ കോൺസെപ്റ്റുമായിട്ടാണ് ഞാൻ അത് കണക്ട് ചെയ്യുന്നത്? കുട്ടിയുടെ ഹോളിസ്റ്റിക് ലേണിംഗിലേക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. കുട്ടിയെ ഒരു സബ്ജക്റ്റും ഐസൊലേറ്റഡ് അല്ല, പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റഗ്രേറ്റഡ് ആണ്, മൾട്ടി ഡിസിപ്ലിനറി ആണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റിനെ എത്ര ലെവലോളം ഇന്റഗ്രേറ്റ് ചെയ്യണം? നമ്മൾ
പൊല്യൂഷനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പൊ പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു കുട്ടി പഠിക്കുമ്പോൾ പൊല്യൂഷന്റെ പോളിസികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേതാണ്? സോഷ്യൽ സയൻസ് ആണ്. പൊല്യൂഷൻ നിരോധിക്കാൻ, പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് കുറേ പോളിസികളുണ്ട്. ആ പൊല്യൂഷൻ കുറക്കാനുള്ള പോളിസികൾ ഉപയോഗപ്പെടുത്തി പൊല്യൂഷൻ എന്താണ് എന്ന് ഒരു എസ്സി ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ അത് ലാംഗ്വേജ് ആണ്. അപ്പൊ ഇംഗ്ലീഷില് നിങ്ങളുടെ പരിസരത്ത് പൊല്യൂഷൻ ഉണ്ട്, ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആളുകളെ ബോധ്യപ്പെടുത്താൻ ഒരു എസ്സി എഴുതുക എന്ന് പറഞ്ഞാൽ അത് ലാംഗ്വേജ് ആണ്. ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ അതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് മൾട്ടി ഡിസിപ്ലിൻ, ഒരു ഹോളിസ്റ്റിക്കലി ഒരു കുട്ടിനെ മനസ്സിലാക്കുക, ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കുക, ഒരു കുട്ടി ധാരണ ഉണ്ടാക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സീക്വൻസ്, എല്ലാത്തിനും ഒരു ലോജിക്കൽ ഓർഡർ ഉണ്ടാവും. നമ്മൾ മാത്സ് എങ്ങനെ പഠിക്കുന്നത്? ആദ്യം അഡിഷൻ പഠിക്കും, പിന്നെ സബ്സ്ട്രാക്ഷൻ പഠിക്കും, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും, പിന്നെ ഡിവിഷൻ പഠിക്കും. ഒരു ഓർഡർ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഓർഡർ ഉണ്ടാവുക, ഒരു കരിക്കുലത്തിന് ഒരു കൃത്യമായ ഓർഡർ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ദെൻ ആർട്ടിക്കുലേഷൻ, നിങ്ങൾ അതിനെ ഫ്രേസ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഒരു മാനേജബിൾ, ഇതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ലിങ്ക് ചെയ്യുന്നത്. ലിങ്ക് ചെയ്യുക എന്നുള്ളത് ഒരു ക്ലാസ്സിൽ 3-ാം ക്ലാസ് ഒരു സാധനം പഠിച്ചു, 4-ാം ക്ലാസ് പഠിക്കുന്നില്ല, 5-ാം ക്ലാസ് പഠിക്കുന്നില്ല, എവിടെയും പഠിക്കുന്നില്ല, അങ്ങനെ പോരെ. ഇതിനെല്ലാത്തിനും മറ്റു ക്ലാസ്സുകളായിട്ടും മറ്റു സബ്ജക്റ്റുകളായിട്ടും മറ്റു ലെവലായിട്ടും ഒരു ലിങ്ക് ഉണ്ട്, ഒരു ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജ് ഉണ്ടാകുമ്പോഴാണ് ക്രോസ് കരിക്കുലർ മോഡൽസ് വരുള്ളൂ. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചു, കുറച്ച് മുതിർന്ന ക്ലാസ് എത്തുമ്പോഴാണ് ഡെസിമൽ പഠിക്കുന്നത്, പെർസെൻറ്റേജസ് പഠിക്കുന്നത്. അപ്പൊ ഇത് വളരെ കൃത്യമായ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും അതിനുപയോഗിക്കുന്ന ടേംസ് ഉപയോഗിക്കുക, എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. 2, ബാലൻസ്. സ്കൂളിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ ഇത്രയും വലിയൊരു നോളജ്, ഈ വലിയ നോളജ് ഞാൻ ഈ അക്കാദമിക്കിൽ പൂർത്തിയാക്കും, ചെയ്യണമെന്നില്ല. അപ്പം അവിടുത്തെ ഒരു സ്കൂൾ എന്തൊക്കെ ഉണ്ടാവും? ആർട്സ് ഉണ്ടാവും, സ്പോർട്സ് ഉണ്ടാവും, ഫെസ്റ്റിവൽസ് ഉണ്ടാവും, ഇതിന്റെ കുറെ പ്രോഗ്രാം, അവധികൾ ഉണ്ടാവും. ഇതിന്റെ ഇടയിലൊക്കെ ഈ പറയുന്ന പ്രൊസീജിയേഴ്സിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കരിക്കുലം ഉണ്ടാകാൻ പാടും. ഒരിക്കലും ചിലപ്പോൾ നമുക്ക് തോന്നാം ഈ സിലബസ് ഹെവി സിലബസ് ആണ്. ഗ്രേഡ് 10 എടുക്കുന്ന മാത്സ്, സോഷ്യൽ സയൻസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ പറയും ഹെവി സിലബസ് ആണ്. ചിലപ്പോഴേക്ക് അത് ശരിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു ബാലൻസ് പ്രശ്നമുണ്ട് എങ്കിൽ ആ കരിക്കുലത്തിന് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ എല്ലാത്തിനെയും ഈക്വലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഇക്വിലിബ്രിയം അവിടെ സെറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ദെൻ കണ്ടിന്യൂറ്റി. ടീച്ചിങ് എന്ന് പറയുന്നത്, കരിക്കുലം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ പ്രോസസ് അല്ല, അത് കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ്. കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ഓരോ വർഷം കൂടുമ്പോൾ അതിന്റെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാക്ഷൻ പഠിച്ചു, ഡെസിമൽ സിസ്റ്റം പഠിച്ചു, പെർസെൻറ്റേജ് വെച്ചു, അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂടുക, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയിട്ട് പോകും. ആൾമോസ്റ്റ് ഇതേ ഡിസൈൻ ഡയമെൻഷൻ, ഞാൻ പറഞ്ഞ ഈ ഡിസൈൻ ഡയമെൻഷനെ ബേസ് ചെയ്തിട്ടാണ് ഇനിയുള്ള കുറെ സ്ലോട്ട്സ് ഒക്കെ ഉള്ളത്. കാരണം ആൾമോസ്റ്റ് എല്ലാം കോമൺ ആണ്, വ്യത്യസ്ത ടെർമിനോളജീസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഡിസൈൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിന് കൃത്യമായ ഉത്തരം നിങ്ങളുടെ ഉണ്ടാവണം. ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ ഒരു പോളിസി തന്നെ ഉണ്ടാവണം, എവിടെ വരെ പോകാം തുടങ്ങിയ കാര്യങ്ങൾ. ഇനി കരിക്കുലം ഓർഗനൈസ് ചെയ്യുന്ന 2 തരത്തിലാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ, 2 വെർട്ടിക്കൽ ഓർഗനൈസേഷൻ. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരേ ക്ലാസിന്റെ ടോപ്പിക്കുകൾ തമ്മിൽ പരസ്പര ധാരണ ഉണ്ടാവണം. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഓരോ ക്ലാസിന്റെ ടോപ്പിക്കുകൾ തമ്മിൽ ഹൊറിസോണ്ടലി കണക്ഷൻ ഉണ്ടാവണം. ഇപ്പം തിമാറ്റിക് എന്നൊക്കെ പറയും, ചില സ്കൂളുകളിൽ തിമാറ്റിക് ഉണ്ടാവും ഫൗണ്ടേഷൻ സ്റ്റേജിലൊക്കെ. അതെന്തായിരിക്കും? ഒരു കോൺസെപ്റ്റിനെ ആയിരിക്കും EVS പഠിപ്പിക്കുന്നത്, അതിന്റെ ഒരു ലാംഗ്വേജ് പെർസ്പെക്റ്റീവ് ആയിരിക്കും ഇംഗ്ലീഷിൽ പഠിക്കുന്നത്. അപ്പോൾ തിമാറ്റിക് കണക്റ്റഡ് ആണ്, ഹൊറിസോണ്ടലി ഇന്റഗ്രേറ്റഡ് ആണ്. അതേപോലെ തന്നെയാണ് സബ്ജക്റ്റുകളും. സോഷ്യൽ സയൻസിൽ ഒരു കോൺസെപ്റ്റ് പഠിച്ചു, ആ കോൺസെപ്റ്റ് പഠിച്ചതിന്റെ മറ്റൊരു സാധനമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സയൻസിൽ പഠിക്കുക. ഉദാഹരണത്തിന് സയൻസിൽ നമ്മൾ വാട്ടർ സൈക്കിൾ പഠിച്ചു, സോഷ്യൽ സയൻസിൽ വാട്ടർ റിസോഴ്സസ് പഠിച്ചു.
ലാംഗ്വേജിൽ നമ്മൾ കൺസർവേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടാക്കി. ഇത് ഹൊറിസോണ്ടൽ കരിക്കുലമാണ്. അപ്പൊ നാളെ നിങ്ങളൊരു ടീച്ചറായിട്ട് പോകുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സ്വാഭാവികമായിട്ടും സെക്ഷൻ വൈസ് കമ്പാർട്ട്മെന്റ് വൈസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ക്ലാസ്സുകൾ തമ്മിലുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓക്കെ ഇറ്റ് ക്യാൻ ബി ഇന്റഗ്രേറ്റഡ്. അതും ഞാൻ ഒരു 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ 6ാം ക്ലാസ്സിലുള്ള സോഷ്യൽ സയൻസിന്റെ ചാപ്റ്ററുകൾ എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടായാൽ ആ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസിൽ ഇത് പഠിച്ചിട്ടില്ലേ എന്ന് പറയാൻ കഴിയും. അതാണ് ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ. ആൾമോസ്റ്റ് കരിക്കുലം ഡെവലപ്പേഴ്സ് പ്രധാനമായും ഈ ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ ഉണ്ടാവും. രണ്ടാമത് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ ആണ്. എന്നുവെച്ചാൽ വൺ ക്ലാസ് ടു അനദർ ക്ലാസ്, ലോവർ ക്ലാസ് നിന്ന് ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ കരിക്കുലം തമ്മിൽ ലിങ്ക് ഉണ്ടാവും. റിപ്പീറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. റിപ്പീറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചാൽ നോൺ ടു അൺനോൺ, നേരത്തെ പഠിച്ചതിൽ നിന്നും കുറച്ചും കൂടി കുറച്ചും കൂടി അറിയാനുള്ള കാര്യങ്ങളിലേക്ക്, സിമ്പിൾ ടു കോംപ്ലക്സ്, ഇതൊക്കെ കരിക്കുലത്തെ കുറിച്ച് പറയാനുണ്ട്. നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്. അപ്പൊ ഈ ഒരു കണക്ഷൻ ലിങ്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ മറ്റൊരു പെർസ്പെക്റ്റീവ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ാം ക്ലാസ്സിൽ ഞാൻ ശരീരത്തിന്റെ ബോഡി പാർട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഡെപ്ത് ആയിട്ടുള്ള ബോഡി പാർട്ട് പഠിക്കും. അതുപോലെ തന്നെ എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് മാത്സിൽ ചിലപ്പം 2ാം ക്ലാസ്സിലാണ്, 1ാം ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ പഠിക്കും, 2ാം ക്ലാസ്സിൽ സബ്സ്ട്രാക്ഷൻ പഠിക്കും, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിക്കും, പിന്നെ ആൾജിബ്ര പഠിക്കും. ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതാണ് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടുമാണ് കരിക്കുലം ഡിസൈൻ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കുന്ന കരിക്കുലം സെയിം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ, അതല്ല ഇതിന്റെ നെക്സ്റ്റ് ലെവലുള്ള കുട്ടികൾക്ക്, ഇത് കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? ഇതിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്നുള്ളതും ക്ലിയർ ആണ്, വെർട്ടിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ളത് ക്ലിയർ ആണ്. വെർട്ടിക്കൽ ഓർഗനൈസേഷൻ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്, അതേസമയം ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറി ആണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊരു ധാരണയിലാണ് ഞാൻ പോകുന്നത്. നോളജ് ഓർഗനൈസേഷൻ, നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റിൽ എന്താണ് നോളജ് എന്നുള്ളത് വളരെ കൃത്യമായി ഫിലോസഫിക്കലി സംസാരിച്ചു. ആ ഫിലോസഫേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. 3 ടൈപ്പ് ഓഫ് തിയറികളൊക്കെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. മീനിങ് ഓഫ് നോളജ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ, knowledge as an organization refers to systematic arrangement structuring subject matter in meaningful way. Basic, readable ആണ്, ഞാനിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. It ensures that learning content is presented in a logical, sequential, learner-friendly manner. It helps in connecting ideas, concepts and experiences for better understanding. Knowledge organization എന്ന് പറയുന്നത് പരസ്പരം കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഐഡിയാസിനെയും കോൺസെപ്റ്റ്സിനെയും എക്സ്പീരിയൻസിനെയൊക്കെ ഒരു ഓർഗനൈസ് ചെയ്ത് ഒരു റാപ്പിഡ് പ്രൊജക്റ്റ് ആണ് എന്നാണ് ബേസിക്കലി പറയുന്നത്. ഇനി കരിക്കുലം ഡിസൈനിങ്, ഈ പറയുന്ന കരിക്കുലം ഡിസൈനിങ്ങിന് നോളജ് ഓർഗനൈസേഷൻ ഇതിങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി വെൽ വേസ്ഡ് ഓർഗനൈസ് ചെയ്ത് സ്കൂൾ എഡ്യൂക്കേഷനിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഉപകാരം എന്താ? വളരെ സിമ്പിളാണ്, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റെപ്പ് ബൈ പ്രോസസ്സിലൂടെ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ലോജിക്കൽ ലേണിംഗ്, വേർഡ്സ് പഠിക്കുന്നതിന് മുമ്പ് ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള ഒരു ലോജിക്കൽ സ്കോപ്പ് കൊടുക്കുന്നുണ്ട്. എൻഹാൻസസ് റിട്ടൻഷൻ, ലോങ് ടേം മെമ്മറിയും ചില കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനും ഈ സ്പൈറൽ ആയിട്ട് ലേണിംഗ് ഔട്ട്കം വരും. സ്പൈറൽ ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? 1ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ 2ാം ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ 3ാം ക്ലാസ്സിൽ, 3ാം ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ 4ാം ക്ലാസ്സിൽ. അപ്പൊ ഇങ്ങനെ സ്പൈറൽ ആയിട്ട് ലേണിംഗ് ഔട്ട്കം എക്സ്പെക്ട് ചെയ്യുന്ന കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് റിട്ടൻഷൻ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ കൊണ്ടുവരാനും അതിനെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഉള്ള സഹായം ഉണ്ടാവും. മീനിങ് ലേണിംഗ്, പ്രീവിയസ് നോളജ് ടച്ച് ചെയ്യാതെ കരിക്കുലം ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ പ്രീവിയസ് നോളജിനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ ഇതൊക്കെ പ്രധാനമാണല്ലോ. ഇപ്പൊ മാത്രമല്ല, ഇങ്ങനെ പ്രോപ്പർ കരിക്കുലം ഉണ്ടായാൽ എങ്ങനെയാണ് എൻ്റെ ക്ലാസ് റൂമുകൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓരോ കുട്ടിയുടെയും ആവശ്യമായ ഏജിനെയും എബിലിറ്റിയെയും ഇൻട്രസ്റ്റിനെയും നോക്കിയിട്ട്, കപ്പാസിറ്റി നോക്കിയിട്ട്
നമ്മളുടെ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ ആ കുട്ടിയെ കൂടി ഉൾക്കൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഫീലിംഗ് ആ കുട്ടികൾക്ക് കൂടി ഫീൽ ചെയ്യും. ഇതാണ് ഇമ്പോർട്ടൻസ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ. നോളജ് ഓർഗനൈസേഷൻ ഏതൊക്കെ തരത്തിൽ ഓർഗനൈസ് ചെയ്യാം? 3 തരത്തിലാണ് നിങ്ങളുടെ മൊത്തം നോളജിനെ, സബ്ജക്ട് നോളജിനെ ഓർഗനൈസ് ചെയ്യാം. ഒന്ന് ലോജിക്കൽ ഓർഗനൈസേഷൻ. ഞാൻ മാത്രം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറെ മടി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ചോദിക്കണം. എന്തായിരിക്കും ലോജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ലോജിക്കൽ ഓർഗനൈസേഷൻ? ലോജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, ഇപ്പൊ മാത്സ് ഉണ്ടല്ലോ, മാത്സ് ഒരു സബ്ജക്റ്റ് ആണ്. കോംപ്ലക്സ് ആണോ? അങ്ങനെ ലോജിക്കൽ ഓർഗനൈസേഷൻ സിമ്പിൾ ടു കോംപ്ലക്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അതൊരു പ്രോസസ്സാണ്. പക്ഷേ ലോജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു 3 ടൈപ്പ്, നമ്മളുടെ മൊത്തം നോളജിനെ 3 കാറ്റഗറി ആയിട്ട് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ്. ഒരു കരിക്കുലം എടുത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ, ഞാൻ ഉദാഹരണം പറയാം. ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ട്? ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ടാവും? ഇൻഡെക്സ് ഉണ്ടാവും. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കോൺസെപ്റ്റുകൾ, ആ മാത്സിൽ, 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാത്സിൽ ഉള്ള മുഴുവൻ കോൺസെപ്റ്റുകളും ആ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു കുട്ടികൾക്കുള്ള അത് എങ്ങനെയാണ് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസുകൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതുണ്ടാവും. ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ലെവലിലും ഓരോ സ്പൈറലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ. അപ്പം 3 തരത്തിൽ നോളജിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് പറയാം. ലോജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, കണ്ടന്റ്, ഡൊമൈൻ. ഇനിയിപ്പോ എന്താ പറയാ, ഈ ഡൊമൈൻ മാത്സിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നതാണ് ലോജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അതൊരു സിസ്റ്റമാറ്റിക് ലോജിക്കൽ ഓർഡറിംഗ് ആണ്. സബ്ജക്ട് സെന്റേർഡ് അപ്രോച്ച് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് 1ാം ക്ലാസ്സിൽ കുട്ടി ഇത്ര മാത്സ് പഠിച്ചാൽ മതി, 2ാം ക്ലാസ്സിൽ ഇത്ര പഠിച്ചാൽ മതി, 3ാം ക്ലാസ്സിൽ ഇത്ര പഠിച്ചാൽ മതി. നിങ്ങളുടെ NCFന്റെ കരിക്കുലം നോക്കിയാൽ അല്ല, ലോജിക്കൽ ഓർഗനൈസേഷൻ. ലോജിക്കൽ ഓർഗനൈസേഷൻ കണ്ടന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. മാത്സിനെ അഡിഷൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2ാം ക്ലാസ്സിൽ നിന്ന് സബ്സ്ട്രാക്ഷൻ പഠിക്കുന്നു, 3ാം ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. നിങ്ങൾ NCFന്റെ കരിക്കുലം ഫ്രെയിംവർക്ക് നോക്കിയാൽ ഇതിൽ വളരെ കൃത്യമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. NCFന്റെ ഫൗണ്ടേഷൻ സ്റ്റേജിന്റെ ഒരു കരിക്കുലം ഉണ്ട്. അതിൽ 3 മുതൽ 6 വരെയുള്ള ഒരു ബൈനറി ഉണ്ട്. എല്ലാത്തിന്റെ ഡൊമൈനിലും 3 മുതൽ 6 വരെയുള്ള ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. 3 വയസ്സാകുമ്പോൾ ഈ കുട്ടി ഇത്ര പഠിക്കണം, ഈ സാധനങ്ങളാണ് പഠിക്കേണ്ടത്. 4 വയസ്സാകുമ്പോൾ ഇത്ര പഠിക്കേണ്ടത്, 5 വയസ്സാകുമ്പോൾ. അതാണ് ലോജിക്കൽ ഓർഗനൈസേഷൻ. അതിന് കണക്ഷൻ ഉണ്ട്. അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇത്ര വലിയ കണ്ടന്റ് ആണ്. ഈ വലിയ കണ്ടന്റ് എനിക്ക് ഒന്നായിട്ട് ഒരു ക്ലാസ് റൂമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഓരോ ക്ലാസ് റൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് ലോജിക്കൽ ഓർഗനൈസേഷൻ. അതിനൊരു സ്ട്രക്ചേർഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സൈക്കോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സൈക്കോളജി കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നോളജിനെ ഓർഗനൈസ് ചെയ്യുക. മനസ്സിലായോ? കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട്, കുട്ടിയുടെ മെന്റൽ ലെവൽ അനുസരിച്ച്, കുട്ടിയുടെ കോഗ്നിറ്റീവ് മൈൻഡ് അനുസരിച്ചിട്ട് നോളജിനെ ഓർഗനൈസ് ചെയ്യാം. അപ്പോ ചെറിയ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ആക്ടിവിറ്റി സെന്റേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ ഉണ്ടാകും. ആക്ടിവിറ്റി സെന്റേർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, എക്സ്പീരിയൻസസ് കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് നോൺ ടു അൺനോൺ കോൺസെപ്റ്റിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടി വരും. കുട്ടിയുടെ എക്സ്പീരിയൻസിനെ ടേക്ക് ഔട്ട് ചെയ്യേണ്ടി വരും. ഇത്തരം വളരെ ബേസിക്കലി വളരെ വിസിബിളായി സൈക്കോളജിക്കലി കുട്ടിയുടെ ഏജ്, ഇൻട്രസ്റ്റ്, പാറ്റേൺസ്, തിങ്കിങ്ങിനൊക്കെ ബേസ് ചെയ്തിട്ട് കരിക്കുലം നോളജിനെ ഓർഗനൈസ് ചെയ്യുക എന്നതാണ് സെക്കൻഡ് ലെവൽ ഓഫ് സൈക്കോളജിക്കൽ ഓർഗനൈസേഷൻ എന്നാണ്. 3ാമത്തത് ഉദാഹരണത്തിന് പറയാം. നമ്മൾ പഠിച്ചു എന്ത്, കൗണ്ടിങ് LKGയിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. കുട്ടി കൗണ്ട് ചെയ്യുക 1 to 10. അപ്പോൾ 1 to 10 പഠിക്കുക എന്നുള്ളത്, അത് 1 to 10 LKGയിൽ പഠിക്കണം എന്നുള്ളത് ലോജിക്കൽ ഓർഗനൈസേഷൻ ആണ്. പക്ഷെ ലോജിക്കൽ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടിയെ ലേണർ സെന്റേർഡ് അപ്രോച്ച്, കുട്ടിയെ പെൻസിലാക്കിയിട്ട് ആ കോൺസെപ്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും കൗണ്ടിങ് കുട്ടിയുടെ വിസിബിൾ ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, ഇപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അവൈലബിൾ ആകുന്ന ഒരു കോൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്.
എന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്താണ്, ഫ്രൂട്ട്സിനെ കുട്ടിക്ക് അറിയാം. അപ്പൊ ഇതിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ട്, അത് സൈക്കോളജിക്കൽ ഓർഗനൈസേഷൻ. കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യാം. സ്പൈറൽ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റേഷനിലൂടെ ഒരു കോൺസെപ്റ്റിൽ നിന്നും അതിന്റെ നെക്സ്റ്റ് ഫേസ് നോൺ ടു നൺ, സിമ്പിൾ ടു കോംപ്ലക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കോൺസെപ്റ്റുകളിലൂടെ അഡ്രസ് ചെയ്യാം. അപ്പോൾ പ്രൈമറി ക്ലാസ് റൂം എൻവയോൺമെന്റ് EVS പഠിക്കുകയാണ്. പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റിനെ കുറിച്ച് പഠിച്ചു. മിഡിൽ ക്ലാസ്സിൽ എത്തുമ്പോൾ പ്ലാന്റിന്റെ ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ ഫോട്ടോസിന്തസിസ്, പിന്നെ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പഠിച്ചു. പറഞ്ഞു വരുന്നത് ഇതിനൊരു ഓർഗനൈസേഷൻ, ഒരു സ്പൈറലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു പ്ലാന്റ് പ്ലാന്റ് പാർട്സിനെ കുറിച്ച് പഠിച്ചു, ഫോട്ടോസിന്തസിസ് പഠിച്ചു. ഇതാണ് സ്പൈറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എല്ലാ തരത്തിലുമുള്ള എഡ്യൂക്കേഷൻ പ്രോസസ്സിലും ഇത് വർക്ക്ഔട്ട് ആവും. സൈക്കോളജിക്കൽ ഓർഗനൈസേഷൻ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടിയുടെ നീഡ്സ് അടിസ്ഥാനപ്പെടുത്തി നോളജ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ലോജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിയെ നോക്കുന്നില്ല, കോൺസെപ്റ്റ് നോക്കുന്നില്ല, കൃത്യമായിട്ട് സബ്ജക്ട് സെന്റേഡ്. ഈ സബ്ജക്റ്റ് ഇത്ര പഠിക്കാനുണ്ട്, അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു എന്നതാണ്. ഇത് 3 ടൈപ്പ് ഓഫ് നോളജ് ഓഫ് ഓർഗനൈസേഷൻ ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെയിം സാധനം ഇപ്പോൾ പഠിച്ചതിന്റെ നിങ്ങളുടെ ഹെഡിങ് ഉണ്ട്, നിങ്ങളുടെ സിലബസിൽ ബേസ് ഓഫ് നോളജ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രം. ഒന്ന് ചൈൽഡ് സെന്റേർഡ് ബേസിസ് ഓർഗനൈസേഷൻ. ഒരു കോൺസെപ്റ്റ് നോളജിനെ ഓർഗനൈസ് ചെയ്യേണ്ടത് കുട്ടിയെ സെന്റർ ആക്കിയിട്ട്, ഒരു കരിക്കുലത്തിന്റെ സെന്റർ ആരാണ്? കുട്ടിയാണ്. കുട്ടിയുടെ ഒരു ഏജ്, കുട്ടിയുടെ നീഡ്, കുട്ടിയുടെ സ്കില്ല്, കുട്ടിയുടെ എബിലിറ്റി, കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കുട്ടിയോട് പറയാണ് അഡീഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് മൈ ഫാമിലി. 8ാം ക്ലാസ്സിലെ കുട്ടിയോട് മൈ ഫാമിലിയോ വെച്ച് ചെയ്തിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കാൻ നമ്മൾ പറയോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് വലിയ കുട്ടിയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൈ ഫാമിലി എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അതേസമയം പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടിയോട് മൈ ഫാമിലി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചൈൽഡ് സെന്റേർഡ് ആണ്, ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. കുട്ടി പഠിക്കുന്നതും ആ ഒരു കോൺസെപ്റ്റിലൂടെയാണ്. 2 സൊസൈറ്റി സെന്റേർഡ് ആണ്. എന്താ സൊസൈറ്റി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ? കുട്ടിയുടെ എൻവയോൺമെന്റിനെ, കുട്ടിയുടെ സോഷ്യൽ വാല്യൂസിനെ, കുട്ടിയുടെ എൻവയോൺമെന്റിലുള്ള കാര്യങ്ങളെ പിന്നെ സൊസൈറ്റിക്ക് അനുസരിച്ച്, സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് നോളജ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. ഇതിന്റെ താല്പര്യം എന്താണ്? ഇപ്പൊ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് നിർബന്ധമായും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അത് ആ കുട്ടി നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളതാണ് അത്. ആ കുട്ടിയുടെ കോണ്ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു ഉദാഹരണം പറയാം. കേരള ഗവൺമെന്റ് 2 വർഷം മുമ്പ് തീരുമാനിച്ചു, പുതിയ കരിക്കുലത്തിൽ കേരള ഗവൺമെന്റ് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടത്. ഒരു 10 വർഷം മുമ്പ് ഇത് നമ്മളെ കരിക്കുലത്തിൽ ഇല്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് കരിക്കുലത്തിൽ വന്നു? നമ്മളുടെ പരിസരങ്ങളിൽ നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ് ആവട്ടെ, മറ്റു ഇഷ്യൂസ് ഉണ്ടാവട്ടെ, ഇത്തരം ഇഷ്യൂസ് റെഗുലർ ആയിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലെ ഈ കുട്ടികൾക്ക് കൂടി ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടികൾ പഠിക്കണമെന്ന് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒരു കരിക്കുലം ഡെവലപ്പ്, അത് കരിക്കുലത്തിന്റെ ഭാഗമാക്കുന്നു. ട്രാഫിക് റൂൾസ് കരിക്കുലത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? ആ കുട്ടിയുടെ സൊസൈറ്റി അത് എക്സ്പെക്ട് ചെയ്യുന്നു. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ട്രാഫിക് റൂൾ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ട്രാഫിക് റൂൾ അറിയുക എന്ന് പറയുന്നത് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് കരിക്കുലത്തിന്റെ ഭാഗമാക്കണം. അതുപോലെ തന്നെ സബ്ജക്ട് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ മാത്സും സയൻസും ഹിസ്റ്ററിയും ഒക്കെ പഠിപ്പിക്കുന്നത് ആ കോൺസെപ്റ്റ് പഠിപ്പിക്കണം. 2+2 = 4 എന്നുള്ളത് പഠിപ്പിക്കണം. ബേസിക്സ് കോൺസെപ്റ്റ് കുട്ടികൾ പഠിപ്പിക്കണം. അപ്പോൾ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടും നോളജ് ഓർഗനൈസ് ചെയ്യാം എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ്സിനെ കുറച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് ചെറിയ ചാപ്റ്റർ ആണ്. ഇനി ഈ സിലബസിൽ 1-2 പാർട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. നാളെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്. അത് ഞാൻ നാളെ എക്സ്പ്ലെയിൻ ചെയ്യും.
ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കരിക്കുലം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്ര സിമ്പിൾ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ കരിക്കുലം ഡയമെൻഷൻ, ഈ പറയുന്ന കരിക്കുലം ഡയമെൻഷൻ വളരെ പ്രധാനമാണ്. ഇത് ലിസ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ ഇതിൽ കുട്ടിയുടെ സൈക്കോളജി, കുട്ടിയുടെ സോഷ്യോളജി, കുട്ടിയുടെ കോണ്ടെക്സ്റ്റ് എല്ലാം പരിഗണിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഡിസൈൻ ഡയമെൻഷൻസ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നിങ്ങളോട് ഒരാൾ പറയാണ്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ പഠന പിന്നാക്കാവസ്ഥയുള്ള കുറച്ച് കുട്ടികളുണ്ട് സ്കൂളിൽ, അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാ നോക്കുക? ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് ഉള്ളത്? അത് വളരെ പ്രധാനമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിന് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് കുട്ടികൾക്ക് പ്രശ്നമുള്ളത്, അങ്ങനെ ഓരോ ഇടങ്ങളെയും വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കരിക്കുലം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ കരിക്കുലം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടീച്ചർ എന്ന നിലയിൽ, എ ടീച്ചർ ഈസ് എ പേഴ്സൺ ഹു ട്രാൻസ്ഫോമിംഗ് ദിസ് curriculum into the classroom, transferring the curriculum concepts into the classroom. ട്രാൻസ്ഫോം എന്ന് പറയാം, ട്രാൻസ്ഫർ എന്ന് പറയാം. അപ്പൊ ഇത് എങ്ങനെയാണ് കരിക്കുലം രൂപപ്പെട്ടു വരുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം. ചില ടീച്ചേഴ്സ് പറയും, ഞാൻ 18 വർഷമായി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ 25 വർഷമായി ഞാൻ പഠിപ്പിക്കുന്നു, എന്തിനായി കരിക്കുലത്തിന്റെ ആവശ്യം? കരിക്കുലം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇതിനൊന്നും ആവശ്യമില്ല, ഇതൊന്നും ഇവിടെ പഠിപ്പിക്കുന്ന സാധനമല്ല എന്ന് പറയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് ഈ കോൺസെപ്റ്റ് ഇതിൽ വന്നു? അപ്പൊ നമ്മൾ പുതിയ NCF ഒക്കെ നോക്കുവാണെങ്കിൽ ഓരോ സ്റ്റേജിനും ഒരു ഗോളുണ്ട്. പ്രിപ്പറേറ്ററി സ്റ്റേജിന് ഒരു ഗോളുണ്ട്, ഫൗണ്ടേഷൻ സ്റ്റേജിന് ഒരു ഗോളുണ്ട്, മിഡിൽ സ്റ്റേജിന് ഒരു ഗോളുണ്ട്, സെക്കൻഡറി സ്റ്റേജിന് ഒരു ഗോളുണ്ട്. ഓരോ സ്റ്റേജിന്റെ ഗോളിനനുസരിച്ച് ഓരോ ക്ലാസ് റൂമുകൾക്കും ഗോൾ ഉണ്ടാവുകയും അതിൽ ഓരോ സബ്ജക്റ്റിന് ഒരു ഗോൾ ഉണ്ടാവുകയും ഈ ഗോളുകളെല്ലാം ഇന്റഗ്രേറ്റഡ് ആവുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. മാത്സിൽ 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റിന്റെ ഒരു കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവണമെങ്കിൽ അതൊരു ഹോൾ ടുഗദർ ഗോളായിട്ട് മാറണം. അപ്പോൾ ആരൊക്കെയാണ് ഈ സിലബസ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇൻവോൾവ് ചെയ്യുന്നത്? ഒന്ന് ഓഫ് കോഴ്സ് NCERT കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, NCERTയുടെ പ്രൊഡക്റ്റ് ആണ്. അവിടെ NCF ഫൗണ്ടേഷൻ സ്റ്റേജ് ഉണ്ട്. നേരത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമായിട്ട് ഒന്നായിരുന്നു, ഇപ്പൊ NCF ഫൗണ്ടേഷൻ സ്റ്റേജ് ഉണ്ട്, NCF സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ട്. സ്കൂളിന് മാത്രമാണ് കരിക്കുലം അല്ല, ടീച്ചിങ് എഡ്യൂക്കേഷൻ കരിക്കുലം അല്ല, BEdന് ഒരു കരിക്കുലം ഉണ്ട്. നിങ്ങൾ എവിടെ BEd ചെയ്താലും NCTE പബ്ലിഷ് ചെയ്ത, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്ത കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് ഉണ്ടാവുക. ആ കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിലബസ് ഉണ്ടാവുക. അതിന് ചില യൂണിവേഴ്സിറ്റികളിൽ ചിലപ്പോൾ ഈ ചാപ്റ്റർ 2ാമത്തെ സെമസ്റ്ററിലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവാം. പക്ഷേ ഒരു ടീച്ചർ BEd കഴിഞ്ഞ് പൂർത്തിയാവുമ്പോഴേക്ക് NCTE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കരിക്കുലം കോമ്പണൻസ് പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ തമിഴ്നാടാണെങ്കിലും കേരളത്തിലാണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും എവിടെയാണെങ്കിലും കരിക്കുലം സെയിം ആണ്. ടീച്ചർ എഡ്യൂക്കേഷൻ നിർബന്ധമായും ഒരു കരിക്കുലം, എല്ലാവർക്കും കരിക്കുലം ഉണ്ടാവും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളുകൾക്ക് കരിക്കുലം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റേറ്റ് ലെവൽ കരിക്കുലം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നാഷണൽ കരിക്കുലം ഉണ്ടാക്കുന്നു, അതിനുശേഷം സ്റ്റേറ്റ് ലെവൽ കരിക്കുലം ഉണ്ടാക്കുന്നു. ഈ സ്റ്റേറ്റ് ലെവൽ കരിക്കുലത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഡിസ്ട്രിക്ട് ലെവൽ കരിക്കുലം ഉണ്ടാകും. DPEP എന്നറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും DPEPയുടെ ഭാഗമായിട്ട് അന്നത്തെ കാലത്ത് സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ടീച്ചേഴ്സ്, DPEP എന്ന് പറയുന്നത് കേരളത്തിലെ ചില ജില്ലകളെ മാത്രം തെരഞ്ഞെടുത്ത് പൈലറ്റ് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് തിമാറ്റിക് ആയിരുന്നു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ കരിക്കുലം. അന്നത്തെ പുസ്തകത്തിന്റെ പേര് കുഞ്ഞുമണി അങ്ങനെയൊക്കെയായിരുന്നു മലയാളത്തിന്റെ പേര്. ഞാൻ മറ്റതൊക്കെ ഓർക്കുന്നില്ല, ഏതെങ്കിലും ടീച്ചേഴ്സ് ഇതിൽ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിലൂടെ കുട്ടിയുടെ ലേണിങ്ങിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡിസ്ട്രിക്ട് ലെവൽ കരിക്കുലം ഉണ്ടായിരുന്നു. അപ്പൊ അതും പോസിബിൾ ആണ്. എല്ലാ സ്കൂളുകൾക്കും കരിക്കുലം ഉണ്ടാവും. എല്ലാ സ്കൂളുകൾക്കും കരിക്കുലം ഉണ്ടാവണം എന്നാണ്. നിങ്ങൾ പ്രിൻസിപ്പൾ ആണെങ്കിൽ നിങ്ങളൊരു കരിക്കുലം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. എങ്ങനെ ഡെവലപ്പ് ചെയ്യുക?
ആദ്യം NCERT നാഷണൽ കരിക്കുലം ഡെവലപ്പ് നോക്കും, സ്റ്റേറ്റ് കരിക്കുലം നോക്കും, എന്നിട്ട് നിങ്ങളുടെ സ്കൂളിന്റെ വിഷനും മിഷനും അലൈൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിന്റെ ഓൺ എന്താണ്, അതാണ് സ്കൂൾ ലെവൽ കരിക്കുലം. ആ സ്കൂൾ ലെവൽ കരിക്കുലം ബേസ് ചെയ്തിട്ട് ക്ലാസ് റൂമിൽ ടീച്ചർ, സയൻസ് എടുക്കുന്ന ടീച്ചർക്ക് സയൻസിന്റെ ക്ലാസ് റൂമിൽ സയൻസിന്റെ കരിക്കുലം എങ്ങനെയാണ് ഇന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്ന, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇന്ന ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്, അതൊരു കരിക്കുലമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ഉണ്ടാവും. ആ പറയുന്ന ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തി കുറച്ചും കൂടി ആ കോണ്ടക്സ്റ്റിനെ മനസ്സിലാക്കിയിട്ടുള്ള മെത്തേഡ് ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കരിക്കുലം, അതാണ് ക്ലാസ് വൈസ് കരിക്കുലം. ഇത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊരു ക്ലാസ് വൈസ് കരിക്കുലം ഉണ്ടാക്കുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ സ്കൂളിന്റെ ഒരു കരിക്കുലം ഉണ്ടാവും, ഡിസ്ട്രിക്റ്റിന്റെ കരിക്കുലം ഉണ്ടാവും, സ്റ്റേറ്റിന്റെ കരിക്കുലം ഉണ്ടാവും, നാഷണൽ കരിക്കുലം ഉണ്ടാവും. അതിനപ്പുറത്ത് ഈ പറയുന്ന കരിക്കുലത്തിന്റെ കോമ്പണൻസിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അഡീഷണൽ സ്കിൽസ് നിങ്ങളെ ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ കരിക്കുലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്കിൽ സെറ്റ് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ചില സ്കില്ലുകൾ ചില ഏരിയകൾക്ക് മാത്രമുള്ള സ്കിൽ ഉണ്ടാവും, ചില കോണ്ടെക്സ്റ്റുകൾക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ ക്ലാസ് റൂം, ഞാൻ ക്ലാസ് ടീച്ചറാണ്, എൻ്റെ ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് ഈ സ്കില്ല് ലഭ്യമാണ്, അല്ലെങ്കിൽ ഈ വാല്യൂസ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വാല്യൂസ് ലിസ്റ്റ് ചെയ്യുന്നു. ഈ വാല്യൂസ് ഏതൊക്കെ സബ്ജക്റ്റിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ട് ക്ലാസ് റൂമിൽ പ്രദർശിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ കരിക്കുലം ഫ്രെയിംവർക്ക്, ഇങ്ങനെയൊക്കെ മാച്ച് ചെയ്യാം, ഇത് ഏതൊക്കെ സബ്ജക്റ്റുകളിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആ സബ്ജക്ട് ടീച്ചേഴ്സ് ആയിട്ട് ഇരിക്കുന്നു. ഇതാണ് കരിക്കുലം ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ സെയിം ക്ലാസ് റൂം, ഗ്രേഡ് 1 എത്ര സബ്ജക്റ്റ് ഉണ്ട്? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, EVS. സംടൈംസ് EVS എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് സയൻസ് കോൺസെപ്റ്റിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇതിലെല്ലാത്തിനും ഒരേ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ലൈൻ, ആർട്ട് ലൈനാണ്. ഈ എല്ലാ സബ്ജക്റ്റുകളെയും കണക്ട്, ഒരു കോൺസെപ്റ്റിനെ പഠിപ്പിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളെയും അലൈൻ ചെയ്യിപ്പിക്കുക, ഇന്റർ ഡിസിപ്ലിനറി ആവുക എന്ന് പറയും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ബോഡീസ് ഏതാണെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ വാട്ടർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് പിന്നെ പൊല്യൂട്ട് ചെയ്യാതിരിക്കാനുള്ള നിയമങ്ങൾ എന്താണെന്നുള്ളത് EVS പഠിക്കുന്നു. വാട്ടർ ബോഡിയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് ലാംഗ്വേജിൽ പഠിക്കുന്നു. ഇത് സെയിം ക്ലാസ് റൂമാണ്, ഇന്റർ ഡിസിപ്ലിനറി ആണ്. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്യും, ഒരു കുട്ടിക്ക് ഒരു കോൺസെപ്റ്റിനെ കുട്ടി ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. വേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രാവശ്യം അഡീഷൻ പഠിച്ചു, ഈ 1ാം ക്ലാസ്സിൽ അഡീഷൻ പഠിച്ചു, 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ സബ്സ്ട്രാക്ഷൻ പഠിക്കുന്നു, 3ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നു, 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഡിവിഷൻ പഠിക്കുന്നു. 1ൽ നിന്ന് 1, പിന്നൊന്ന്. ഇത് വേർട്ടിക്കലാണ്. ക്ലാസ് വൈസ് ഡിഫറൻറ്റ് ഉണ്ട്. മറ്റത് ഒരേ ക്ലാസ്സിലുള്ള മറ്റു സബ്ജക്റ്റുകൾ, മറ്റത് ഒരേ ക്ലാസ്സുകൾ തമ്മിലുള്ള ഡിഫറൻറ്റ്. ക്ലാസ്സുകൾ 1, 2, 3 വേർട്ടിക്കലി കരിക്കുലത്തെ ഓർഗനൈസ് ചെയ്യുക. വേറെന്താണ് സാറേ? ഫസ്റ്റ് സ്ലൈഡ് ഒന്ന് എടുക്കോ? ഇതല്ല, അടുത്തത്. ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ്. സ്കോപ്പ്, ഇന്റഗ്രേഷൻ, സീക്വൻസ്, അതൊന്ന് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ ഒന്ന് പറഞ്ഞുതരും, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്. ഓക്കെ. പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്നത് എത്ര വരെ പോകാം. ഞാൻ 1ാം ക്ലാസ്സിൽ മാത്സിൽ അഡീഷൻ മാത്രമാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവുക. ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന മാത്സിന്റെ പരസ്പരം കോൺസെപ്റ്റുകൾ മറ്റു കോൺസെപ്റ്റുകളുമായിട്ടും കണക്റ്റഡ് ആയിരിക്കണം, ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോമാറ്റിക്കലി അഡീഷൻ എന്ന് പറയുന്നത് EVS ഫ്രൂട്ട്സ് എത്രണ്ണം ഉണ്ട്, ചിലപ്പോൾ നിങ്ങൾ EVSന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ചിലപ്പോൾ ചോദിക്കും എത്ര ഫ്രൂട്ട്സ് ഉണ്ട് എന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തത്
പിന്നെ എന്തായിരുന്നു സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവണം. അഡീഷൻ ഉണ്ടാകും, സബ്സ്ട്രാക്ഷൻ, ഒരു ഓർഡറിലൂടെ കാര്യങ്ങൾ പഠിക്കുക. അത് ഒന്നായിട്ട് ഒരു ക്ലാസ് റൂമിൽ കൊണ്ട് ഡംപ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു സീക്വൻഷ്യൽ, ഒരു ലോജിക്കൽ ഓർഡർ ഈ കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ പരസ്പരം ലിങ്ക് ചെയ്ത് മറ്റ് വ്യത്യസ്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റുകൾ, വ്യത്യസ്ത സ്റ്റേജുകളിൽ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റുകളുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അക്രോസ് ഒരു കണ്ടിന്യൂറ്റി ഗൈഡൻസ്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാണ് ഗ്രേഡുകളുടെ അക്രോസ്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫ്രാക്ഷൻ പഠിപ്പിക്കുന്നു, പിന്നെ ഡെസിമൽ പഠിപ്പിക്കുന്നു ഒരു ക്രോസ് കരിക്കുലർ ലിങ്കേജ് ഉണ്ടാവുക. ബാലൻസ് എന്ന് പറയുന്നത് കുട്ടിയുടെ സമയം, സ്കൂളിന്റെ സമയം, ആ ക്ലാസ് റൂമിന്റെ സമയം, അതിന് കിട്ടാൻ സാധ്യതയുള്ള പീരീഡുകൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കരിക്കുലം ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ കോണ്ടക്സിനെ കുറിച്ചിട്ടുള്ള വളരെ കൃത്യമായ ധാരണ ഉണ്ടാവണം. കണ്ടിന്യൂറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്ക് റെഗുലർ ആയിട്ട് കുട്ടി നേരത്തെ പഠിച്ച പ്രീവിയസ് നോളജിനെ എംഫസൈസ് ചെയ്യുകയും പ്രീവിയസ് നോളജിനെ റീകോൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ കരിക്കുലത്തിന് ഉണ്ടാവുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച സിമ്പിൾ ആയി ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചാൽ മനസ്സിലാക്കി. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ഹൊറിസോണ്ടൽ കരിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് ആണ്. നിങ്ങൾ സയൻസിൽ പൊല്യൂഷൻ പഠിക്കുന്നു, സോഷ്യൽ സയൻസിൽ പൊല്യൂഷൻ ഇല്ലാതിരിക്കാനുള്ള പോളിസി പഠിക്കുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യണം. കോൺസെപ്റ്റ് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അത് പരസ്പരം സബ്ജക്റ്റുകൾ തമ്മിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടാവണം. അതാണ് എന്ത് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. സംശയം ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ CBSE ഉണ്ടാവും ആർട്ട് ഇന്റഗ്രേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആർട്ട് ഇന്റഗ്രേഷൻ CBSE വളരെ പ്രധാനപ്പെട്ട സാധനമാണ് ആർട്ട് ഇന്റഗ്രേഷൻ. ആർട്ട് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിസ്റ്റിക് സ്കില്ലുകളെ, അതെന്തും ആവാം, വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങളുടെ കോൺസെപ്റ്റിനെ ഡ്രോയിങ്ങിലൂടെ കണക്ട് ചെയ്തിട്ട് പഠിപ്പിക്കുക. അതൊരു ഇന്റഗ്രേഷൻ ആണ്. ആർട്ട് ഇന്റഗ്രേഷൻ്റെ ഒരു മോഡലാണ്. അല്ലെങ്കിൽ ഡാൻസിലൂടെ പഠിപ്പിക്കുക, ഇതൊരു ഇന്റഗ്രേഷൻ ആണ്. അത് പരസ്പരം ഡിഫറെന്റ് സബ്ജക്റ്റുകളെയും ടോപ്പിക്സിനെയും കണക്ട് ചെയ്തിട്ട് അതിലൊരു ലിങ്കേജ്, ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് പിന്നെ വ്യത്യസ്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കണ്ടന്റ് ആയിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം പറയാം, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണോ അതോ സബ്ജക്ട് വൈസ് ആണോ? വ്യത്യസ്ത ക്ലാസ്സുകൾ, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അത് ചിലപ്പോൾ എന്തായിരിക്കാം, പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ ഗ്രാമറിന്റെ ബേസിക് റൈറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഡ്വാൻസ് റൈറ്റിംഗ് സ്കില്ലാണ്. അപ്പൊ ആ ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ കണക്ഷൻ ബിറ്റ്വീൻ സബ്ജക്ട്സ്, ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ കണക്ഷൻ ബിറ്റ്വീൻ ക്ലാസസ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ വെർട്ടിക്കൽ കണക്ഷനും ഹൊറിസോണ്ടലും ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞോ. ബാക്കി നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ മീനിങ് പറഞ്ഞാൽ അങ്ങനെ പറയാം. വേറെ എവിടെയെങ്കിലും സംശയങ്ങളുണ്ടോ? എന്നാൽ നമ്മളോട് അവസാനിപ്പിക്കാം. എനിക്ക് ചെറിയ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ നേരത്തെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസീൽ സാറോട്. So thank you so much.